മുജീബ് റഹ്മാൻ 9 വർഷം മുമ്പ് LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സേനയിലെ വനിതാ പ്രാതിനിധ്യം 15% ഉയർത്തും എന്ന്. മുഖ്യമന്ത്രി ആ വാഗ്ദാനം നടപ്പിലാക്കിയാൽ മതി. മുജീബ്, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം അധികാരത്തിലേറിയപ്പോൾ അത് ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ ആ പ്രോഗ്രസ് റിപ്പോർട്ട് തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് അധികാരത്തിലേറാൻ കഴിഞ്ഞത് എന്നുള്ള ചരിത്ര സത്യം നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാമത്തെ സർക്കാർ അധികാരത്തിലേറിയപ്പോഴും ആദ്യ വർഷം പൂർത്തീകരിച്ചത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു. അത് നൽകിയ തീർച്ചയായിട്ടും ആ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ വർഷത്തേക്കും മൂന്നാമത്തെ വർഷത്തേക്കും കടന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഏതൊക്കെ മേഖലകളിൽ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ ആ തൊഴിൽ വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിക്കപ്പെടാൻ നിർബന്ധിതരായിട്ടുള്ള ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. അക്കാര്യത്തില് ഒരു 4 ദിവസം കൂടി ബാക്കിയുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 333 ഒഴിവുകളാണ് ഇപ്പോൾ. അതിലേക്കാണ് ഇന്റർവ്യൂ നടത്തി ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതെങ്കിൽ അവരെ നിയമിക്കുവാനുള്ള ആർജവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. 333 ഓൾറെഡി 213 പേർ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞു. അത് ഫസ്റ്റ് ബാച്ച് ആണ്. പിന്നെ അറിയാം, ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ ഒറ്റ കാരണത്താലാണ് ഞങ്ങൾ ഇപ്പോഴും അവിടെ മഴയും വെയിലും മറ്റുള്ളവർ പരിഹാസമൊക്കെ കൊണ്ട് കിടക്കുന്നത്. പലരും ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും മക്കളെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഞങ്ങൾ ആ ഹൃദയപക്ഷ സർക്കാരിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവരാണ്. ആ ഒറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് സാർ ഞങ്ങൾ അവിടെ കിടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 333 ഈ ലിസ്റ്റ് വന്ന് 11 മാസത്തിന് ശേഷമാണ് ഈ 333 വേക്കൻസി. മുൻ വർഷങ്ങളിൽ 812ഉം അതിന് മുൻ വർഷം 770ഉം പോയ വേക്കൻസികൾ വന്ന ഒരു തസ്തികയിൽ ഞങ്ങൾക്ക് ഇതുവരെ ഈ ലിസ്റ്റ് 2-3 ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന് പറയാം. കാരണം പിന്നെ ഹോളിഡേയ്സ് ആണ്. ഞങ്ങൾക്ക് അത് വെറും 333 വേക്കൻസി. അതിൽ തന്നെ 60 NJDകളാണ്. മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ 117ഓളം ഡിലീഷൻസ്. ഇതുവരെ മുന്നേ നടന്ന ഒരു ലിസ്റ്റിലും 117 ഡിലീഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇടക്ക് പറഞ്ഞതിൽ ക്ഷമിക്കണം, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമാണ്. ഓക്കെ. അട്ടോ മുജീബ് റഹ്മാൻ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്? മുജീബ് റഹ്മാൻ, സ്ത്രീകളോട് വലിയ താല്പര്യമുള്ള, സ്ത്രീകളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സർക്കാർ എന്നൊക്കെയല്ലേ നാഴികക്ക് 40 വട്ടം വിളിച്ച് പറയുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ. പിന്നെ എന്തിനാണ് ഈ സ്ത്രീകളോട് ഈ ക്രൂരത കാണിക്കുന്നത്? സ്ത്രീകളോട് ഇവിടെ ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ലല്ലോ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ അഡ്വക്കേറ്റ് ജയസൂര്യ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി 10,000-കണക്കിന് ആൾക്കാരെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സൈനിക സേവനം നിർബന്ധിതമായ അഗ്നിവീർ എന്നുള്ള ഒരു പദ്ധതിയിലൂടെ വന്നതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ അടിസ്ഥാനപരമായ സൈനിക സേവന പദ്ധതിയെ അട്ടിമറിച്ച ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ തൊഴിൽദാതാവ് എന്ന് പറയുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 333 വേക്കൻസികൾ ഉണ്ടായിരുന്നതിൽ ബഹുഭൂരിപക്ഷവും നികത്തിക്കഴിഞ്ഞു. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അങ്ങാണ് ആമുഖത്തിൽ പറഞ്ഞത് 333 പേരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി എന്നുള്ള കാര്യത്തിൽ അവർ ബഹുഭൂരിപക്ഷത്തെ എടുത്തു. 967 പേരുടെ റാങ്ക് ലിസ്റ്റ്. കഴിഞ്ഞ വർഷങ്ങളിൽ 3 ബാച്ച് പോയ ലിസ്റ്റ്. അപ്പോൾ 333 വേക്കൻസികൾ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്, അങ്ങനെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അല്ല, അതന്നെ പറഞ്ഞു വരുന്നത്. 333 പേരുടെ വേക്കൻസി ഉണ്ടായിട്ടുള്ളപ്പോൾ സ്വാഭാവികമായും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട അത്യാവശ്യമാണ്. ഇവരിൽ പലരും കോടതിയെ സമീപിച്ചിട്ടുള്ളവരുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ തീരുമാനം എന്ന് പറയുന്നത് പരമാവധി ആൾക്കാരെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കേരളം എന്ന് പറയുന്ന നിരവധി ദുരന്തങ്ങളിലൂടെ കടന്നു വന്ന മുജീബ് അത് പറയരുത്. അങ്ങനെ ദുരന്തങ്ങളിലൂടെ കടന്നു പോയ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ
നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും നവകേരള സദസ്സുമായിട്ട് ഇറങ്ങാൻ പോവാണ്. നേരത്തെ നവകേരള സദസ്സ് നടത്തി എന്ത് പ്രയോജനമാണ് സാർ ഉണ്ടായത്? ഏത് ഫയലിലാണ് തീരുമാനം ഉണ്ടാക്കിയത്? എന്തിനാണ് നാട്ടുകാരെ കബളിപ്പിക്കുന്നത്? ഒരു നാട്ടുകാരെ ഇലക്ഷൻ സ്റ്റണ്ട്, ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ, തിരഞ്ഞെടുപ്പ് വരാൻ ഇനി ഒരു വർഷം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ഞാനും നിങ്ങളും ഒക്കെ ഒടുക്കുന്ന നികുതി പണം വെച്ചല്ലേ ഇദ്ദേഹം കളിക്കുന്നത്.